അപ്പോൾ ഗൈസ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ കലാപരിപാടികൾ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ടിനെ കണ്ടു, പക്ഷെ അവിടെ ഇരുന്ന് ശീശയൊക്കെ വരിച്ച് സമയം ഒരുപാടായി. അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മളിനി വേറെ പ്ലാനുകളൊന്നും ഉണ്ടാക്കുന്നില്ല, നേരെ ഡയറക്റ്റ്ലി തിരിച്ച് വീട്ടിൽ പോവാം. കാരണം അബുദാബി പ്ലാൻ നാളത്തേക്ക് മാറ്റും മിക്കവാറും. എവിടെ ബ്ലോക്ക് ആവുന്നത്? ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. നമുക്ക് ജാക്കറ്റ് ഇട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ടാം. ബാക്കി ഒരു പ്ലാനുകളും ഇന്നില്ല. നമ്മളിവിടെ ഇബിൻ ബത്തൂത്ത മോളിലാണുള്ളത്. കാലി നേരം 12:30 എത്രയായി? 1 മണിയായി. സ്വാഭാവികം എല്ലാവരും വീട്ടിൽ പോയി. ഈ കാണുന്ന വണ്ടികളൊക്കെ മിക്കവാറും പടം കാണാൻ വന്നതായിരിക്കും നോവോ സിനിമാസിൽ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇങ്ങോട്ട് എത്തുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ ഗോപ്രോ പണി മുടക്കി. അത് എന്താണ്, ബാറ്ററി ഉണ്ടായിരുന്നു ഏകദേശം 20% എങ്ങനെ ബാറ്ററി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ബാറ്ററിയുടെ ഇഷ്യൂ അല്ല, ഗോപ്രോയുടെ തന്നെ ഇഷ്യൂ ആണ്. തൽക്കാലത്തേക്ക് നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകും, അതിശക്തമായി തന്നെ മുന്നോട്ട് പോകും. അതിൽ ഒരു മാറ്റവും കാണില്ല. നേരെ അപ്പം ഇനി തിരിച്ചു വീട്ടിലോട്ട്. ലെറ്റ്സ് ഗോ. അപ്പോൾ പിന്നെ വിട്ടേക്കാം, എല്ലാം എടുത്തു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ഇങ്ങനെ തന്നെ പിടിക്കാം. ലെറ്റ്സ് ഗോ. കലാപരിപാടികൾ അവസാനിച്ചതായി, ഇന്നത്തെ കലാപരിപാടികൾ അവസാനിച്ച് പ്രഖ്യാപിക്കുന്നു. നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് റൈഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു ബാക്ക് ടു ഹോം റൈഡ്. മാപ്പ് ഇട്ടിട്ടുണ്ട്, മാപ്പ് അനുസരിച്ച് നമുക്ക് പുറത്തോട്ട് പോകും. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇനീഷ്യലി നമ്മുടെ പ്ലാൻ ഇത് കഴിഞ്ഞ ഉടനെ അബുദാബി വിടാനായിരുന്നു. പക്ഷേ ഇന്ന് ലേറ്റ് ആയതുകൊണ്ടും ദ്വീപ് ഫ്രീ അല്ലാത്തത് കൊണ്ടും അബുദാബി ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. ചിലപ്പോൾ നാളെ പോകും, ഇഫ്താർ കഴിഞ്ഞിട്ട്. നാളെ എനിക്കൊരു ഇഫ്താർ ഉണ്ട് ഈവനിങ്. അപ്പോൾ ആ ഇഫ്താർ കഴിഞ്ഞ് മിക്കവാറും നേരെ അബുദാബി വിടും, നാളത്തെ ഒരു മൂഡ് അനുസരിച്ച്. അപ്പോൾ ഇപ്പോഴത്തേക്ക് നമ്മൾ നേരെ വീട്ടിലോട്ട് വിടുന്നു. അപ്പോൾ ഇനി ഒരു ഹാഫ് ആൻ അവർ റൈഡ് കൂടെ വീട്ടിലോട്ട്. വെൽക്കം ടു ദ റൈഡ് ബാക്ക് ഹോം. വൈസർ അടച്ചു, ഫോഗ് വരാൻ തുടങ്ങി, മാപ്പ് ഫ്രണ്ടിലുണ്ട്. ഇബിൻ ബത്തൂത്ത വിട്ടു, BMW 330i. എനിക്ക് വൈസർ ഓടിച്ച് വിടാനുള്ള എല്ലാ ത്വരകളും ഉണ്ട്. പക്ഷേ വൈസർ തുറന്നിട്ട് വിട്ട് കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ പെഡസ്ട്രീൻ അവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ വൈസറിൽ ഫോഗ് വരുന്നതിന് ഒരു സൊല്യൂഷൻ കാണുന്നല്ലോ, ഇല്ലെങ്കിൽ പ്രശ്നമാണല്ലോ. വൈസർ ഫോഗ് ഒരു റിയൽ ഇഷ്യൂ തന്നെയാണ് മക്കളെ. ഇവിടെ 60 ആണ് സ്പീഡ് ലിമിറ്റ്, സോ നമുക്ക് മെല്ലെ പോയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് 2 ദിവസം കൂടെ. നാളെ ബുധൻ, മറ്റന്നാളെ വ്യാഴം, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഫ്രൈഡേ മോർണിംഗ് നമ്മൾ ഇവിടുന്ന് പറക്കുന്നതാണ് നാട്ടിലോട്ട്. ഇത് കണ്ടോ, നമ്മൾ വരുന്നു എന്ന് കണ്ടപ്പോഴേ ഗ്രീനായി. ജബൽ അലി ഇബിൻ ബത്തൂത്ത വഴി ഈ ഏരിയയിൽ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് ചെയ്യും. നല്ല തണുത്ത കാറ്റ്, ജീൻസ് ഇട്ടിട്ട് കാലൊക്കെ തണുക്കുന്നു. ലോ ലൈറ്റ് പെർഫോമൻസ് ക്യാമറയുടെ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഫുട്ടേജ് നോക്കുമ്പോൾ അറിയാം. എന്നിട്ട് മിക്കവാറും ഞാൻ എൻ്റെ സെക്കൻഡ് വ്ളോഗ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. എഡിറ്റിംഗ് അതങ്ങ് കംപ്ലീറ്റ് ചെയ്ത് അതങ്ങ് തീർന്നല്ലോ. അതിനൊരു തംബ്നെയിലും സെറ്റ് ചെയ്താൽ അത് റെഡിയായി. പിന്നെയും എനിക്ക് തോന്നുന്നു ഒരു 2 കൂടെ എഡിറ്റ് ചെയ്യാനുണ്ടാവും. അതിൽ ഒരെണ്ണം ഒരുവിധം സൗണ്ട് എല്ലാം പോയി കിടക്കുക, കാരണം മൈക്ക് റെക്കോർഡിംഗ് ഒന്നും ശരിയായിട്ടില്ല. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. തലബാത്ത് റൈഡേഴ്സ് നമ്മളെല്ലാം വലിയ കാര്യമായിട്ട് റൈഡറാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. തലബാത്ത് റൈഡേഴ്സ് റൈഡ് ചെയ്യുന്ന അത്രയൊന്നും നമ്മൾ റൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. അവരാണ് റിയൽ റൈഡേഴ്സ്. തണുപ്പായാലും ചൂടായാലും വെയിലായാലും മഴയായാലും. ആർക്കോ ഫ്ലാഷ് അടിച്ചല്ലോ നമുക്കല്ലോ. നമ്മളപ്പോൾ ഇനി നേരെ സ്ട്രെയിറ്റ് പോകുന്നത് 311 ജോയിൻ ചെയ്യും. 311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ജോയിൻ ചെയ്ത് നേരെ തിരിച്ച് വീട്ടിലോട്ട്. പ്രിറ്റി മച്ച് സ്ട്രെയിറ്റ്, കൺഫ്യൂഷൻ ഒന്നുമില്ല ഇതിൽ. 80 സ്പീഡ് ലിമിറ്റ്. നമ്മൾ അധികം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ലെഫ്റ്റ് പിടിക്കാനാണ് പറയുന്നത്. ഇതിൽ കാണുന്ന റൈറ്റും നമുക്ക് ലെഫ്റ്റ് പിടിക്കാം. ഇത് പുതിയ റോഡാണെന്ന് തോന്നുന്നു. 311 കണ്ടോ, ഈ 311 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ എനിക്കൊന്ന് ഗൂഗിൾ മാപ്പിൽ ഉണ്ടായിരുന്നത് ആ റൈറ്റിൽ കൂടെ പോകുന്ന വഴി. ഈ ഒരു ബ്രിഡ്ജ് ഗൂഗിൾ മാപ്പിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളത് അൽ ജമായൽ സ്ട്രീറ്റോ. നാട്ടിലോട്ട് ടിക്കറ്റ് എടുത്തുള്ള എന്തായാലും ഡേ ടൈമാണ്, അതുകൊണ്ട് പിന്നെ ഉറക്കം പോകുന്ന പ്രശ്നമില്ല. രാവിലെയൊക്കെ ഒന്ന് ഉറങ്ങി എണീച്ച് നല്ല ഫ്രഷ് ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ഇഫ്താറിൻ്റെ സമയമാകുമ്പോൾ നാട്ടിലെത്തും. നല്ല ടൈമിങ്ങാണ്. അബുദാബി ഷാർജ എക്സിറ്റ്, നമുക്ക് ഷാർജ എക്സിറ്റ് എടുക്കണം. പക്ഷേ ഒരേ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ ചൂടായിട്ടുണ്ടാവും. നല്ല ചൂടൻ കാലാവസ്ഥയിലോട്ടാണ് തിരിച്ചു വരുന്നത്. നല്ല ചൂടൻ കാലാവസ്ഥയല്ല, ഒരു ചെറിയ രീതിയിൽ ചൂട് വന്നിട്ടുണ്ടാവും. ചുട്ടുപൊള്ളുന്ന ചൂടാവണമെങ്കിൽ എനിക്കൊന്നും ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല വഴുക്കുന്ന ചൂട് വരും. വീട്ടിലെത്തുന്നത് വരെ ഗോപ്രോ ഹോൾഡ് ചെയ്ത് നിൽക്കണേ എന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളൂ. എന്നാലും നമ്മൾ ഈ ഗോപ്രോ വെച്ചിട്ട് ഇത്രയും ചെയ്തിട്ടോ, അതൊരു നല്ല കാര്യമല്ലേ. നൈറ്റ് റൈഡ് ദുബായിൽ അതൊരു പ്രത്യേക രസമാട്ടോ. നമുക്ക് സ്പീഡിനും കയറ്റാലോ. നമുക്കിനി മാപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. വേണ്ട, മാപ്പിൻ്റെ ആവശ്യമില്ല. റോക്കറ്റ്. ഇരുട്ടത്ത് കാണുന്നുണ്ടോന്ന് അറിയില്ല. അവിടെയാണ് ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഓൺ ദ റൈറ്റ് സൈഡ്. ഈ ട്രക്കിന്റെ ബാക്കിൽ ദവിടെ കാണുന്നുണ്ടാവില്ല. ഗോപ്രോ ഹീറോ 5 കമോൺ. അവർക്ക് സത്യം പറഞ്ഞാൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കുറച്ച് ലൈറ്റൊക്കെ വെക്കണം കേട്ടോ. രാത്രിയാണെങ്കിലും ആളുകൾക്ക് ഇതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആണെന്ന് തോന്നാൻ വേണ്ടിയിട്ടെങ്കിലും. ഇതുമാതിരി വലിയ ട്രക്കിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ പടങ്ങളാണ് ഓർമ്മ വരുന്നത്. എത്ര പേര് ഫൈനൽ ഡെസ്റ്റിനേഷൻ പടങ്ങളുണ്ട്? 90s കിഡ്സിൻ്റെ നൈറ്റ് മെയർ ആണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ പടങ്ങൾ. എൻ്റെ അമ്മോ, അത് കണ്ടു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്ന് തോന്നിപ്പോകും. ഇന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെ കുറേ ഇരുന്ന് സംസാരിച്ചു, കാരണം നമ്മൾ കണ്ടിട്ട് കുറേ ആയി.
അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ മ്യൂസിക്കിനെ കുറിച്ചും, രണ്ടുപേരും മ്യൂസീഷ്യൻസ് ആയതുകൊണ്ട് രണ്ടുപേരും മ്യൂസിക്കിനെ കുറിച്ചും അതുപോലെ ഇവൻറ്റുകളെ കുറിച്ചും ഏജൻസീസിനെ കുറിച്ചും കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ ആരൊക്കെ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്നവരുണ്ട് അതിനെക്കുറിച്ച് കുറേ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ലൈഫിൽ വരുന്നത്, നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ എന്തിലോട്ടാണോ നമ്മുടെ ഫോക്കസ് കൊടുക്കുന്നത്, അത് ലൈഫ് തന്നെ നമ്മളെ ലൈഫിലോട്ട് കൊണ്ടുവരും, യൂണിവേഴ്സ് തന്നെ ലൈഫിലോട്ട് കൊണ്ടുവരും എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ അതൊക്കെ കുറേ സംസാരിച്ചു നമ്മൾ. എൻ്റെ പരിചയം എന്നല്ല, എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ എവിടെ നിന്നൊക്കെയോ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് സംഭവിക്കും നമ്മുടെ ലൈഫ്. അത് നല്ല കാര്യങ്ങളാവാം, ചീത്ത കാര്യങ്ങളാവാം. പക്ഷെ ഒരു സൈഡ്, എൻ്റെ തലേൻ്റെ ഒരു സൈഡ് അപ്പോൾ പറയും അത് വെറും ഒരു കോയിൻസിഡൻസ് ആയിരിക്കും, ഞാൻ വെറുതെ ഇരുന്ന് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ സ്റ്റോറി ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ ഒരു സൈഡ്, എൻ്റെ ബ്രെയിനിൻ്റെ ഒരു സൈഡ് പറയും. മറ്റേ സൈഡ് പറയും അല്ല, നീ ഇത് ശരിക്കും ആലോചിച്ച് ഇതിലോട്ട് ഫോക്കസ് കൊടുത്തിട്ട് യൂണിവേഴ്സ് തന്നെ നിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നാണെന്നുള്ളത്. ഇതിൽ എന്താണ് ശരി, എന്താണ് സത്യം എന്ന് ചോദിച്ചാൽ അറിയില്ല. പലരും പല രീതിക്ക് ഇത് വിശ്വസിക്കുന്നു. പക്ഷേ ആസ് എ ബേസിക് പ്രിൻസിപ്പിൾ എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ലൈഫിൽ നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുക, നല്ല കാര്യങ്ങളിലോട്ട് ഫോക്കസ് കൊടുക്കുക. അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് വന്നാലും ഇല്ലെങ്കിലും ജീവിതത്തിൽ അതൊരു കുറച്ചെങ്കിലും നമുക്കൊരു ടെൻഷൻ കുറവ് തരും. നമുക്കാർക്കും ലൈഫിൽ പ്രശ്നമില്ലാത്തില്ലല്ലോ, എല്ലാവർക്കും പല രീതിയിലേക്ക് പ്രശ്നങ്ങളുണ്ട്. അത് വലിയ ചിലവർക്ക് അവരുടെ ലൈഫിൽ അത് വലിയ പ്രശ്നം മറ്റുള്ളവർക്ക് ചെറിയതായിരിക്കും, ചിലവർക്ക് ചെറിയത് വലുതായിരിക്കും, പല രീതിയിലുണ്ടാവും. അപ്പോൾ നമ്മുടെ ചോയ്സാണ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഏത് കാര്യങ്ങളിലോട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കണമെന്നുള്ളത്. പ്രശ്നങ്ങളിലോട്ട് പ്രശ്നങ്ങൾ മാത്രം ആലോചിച്ചിരിക്കണോ അതോ സൊല്യൂഷൻ എന്തെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയിൽ അല്ലെങ്കിൽ ആ സൊല്യൂഷനിലോട്ട് പരിശ്രമിക്കണോ എന്നുള്ളതൊക്കെ നമ്മുടെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ, അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കും, നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നുള്ള ഒരു കാര്യത്തോട് ഫോക്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ല. ഇന്ന് കുറേ ശീശ വലിച്ചു, കുറേ എനിക്ക് തോന്നുന്നു 3 മാസം ഇങ്ങനെ ഞാൻ ശീശ വലിച്ചിട്ട്. പണ്ടൊക്കെ ഭയങ്കര 2018-19 സമയത്തൊക്കെ, 17-18 സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ശീശ വലിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു ദിവസം ഇടപെടാതെ എനിക്ക് തോന്നുന്നു ഒരു 3 മാസമൊക്കെ ഞാൻ ഡെയിലി, ഈവൻ സൺഡേയ്സ് ഓഫ് എന്ന് പോലും ഇല്ലാതെ 7 days a week ശീശ വലിച്ചുകൊണ്ടിരുന്നു. അതും 2-3 hours ഇരുന്ന് അങ്ങനെ വലിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ജുമേറ പാർക്കിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് വലിച്ചുകൊണ്ടിരിക്കും, ഭക്ഷണം കഴിക്കും, ശീശ വലിക്കും, നോൺ സ്റ്റോപ്പ് സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി തുടങ്ങി ഇത് വല്ലാണ്ട് ഓവറാവുന്നുണ്ട്. അങ്ങനെ ഞാൻ ശീശവലി നിർത്താൻ വേണ്ടി വെയ്പ്പ് എടുത്തു. വെയ്പ്പ് കുറേ പേർക്ക് അറിയണ്ടാവും വെയ്പ്പ് എന്താ. ഇലക്ട്രോണിക് സിഗരറ്റ്, 0 നിക്കോട്ടിൻ ആയിരുന്നു, നിക്കോട്ടിനൊന്നുള്ളതല്ല. വെയ്പ്പ് ആ ഒരു ഫീല്, വലിക്കുന്നതിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടി വെയ്പ്പ് എന്ന് തുടങ്ങി. പക്ഷേ അതോടെ ശീശ നിർത്തി. പക്ഷെ വെയ്പ്പിലാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക സിങ്ക് ആയില്ല. അത് ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ച് പിന്നെ അതങ്ങ് നിർത്തി. ബേസിക്കലി അതും നിർത്തി, ഇതും നിർത്തി, എല്ലാം നിർത്തി. അത് സിഗരറ്റ് വലി പിന്നെ വണ്ടേ ഇല്ല. പിന്നെ അതിനുശേഷം ഞാൻ ശീശയൊന്നും അധികം വലിച്ചിട്ടില്ല. ഇതുപോലെ ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എവിടെയെങ്കിലും ശീശ കഫേയിൽ പോകുമ്പോൾ വലിക്കുന്നല്ലാണ്ട് ശീശ വലിക്കാനായിട്ട് എവിടെ ഇറങ്ങിയിട്ടില്ല. ഈ ഗ്ലോബൽ വില്ലേജിൽ ഈ സിറ്റി ലാൻഡ് മോൾ വന്നതിന് ശേഷം ഞാൻ ആ ഭാഗത്തൊക്കെ കടന്നിട്ടേ ഇല്ല. അത്ര വലിയ മോളാണോ എന്താ അവസ്ഥ എന്നറിയില്ല. ഒരു ദിവസം പോയി നോക്കണം. ഇനിയിപ്പോൾ സമയമല്ല, ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഗ്ലോബൽ വില്ലേജ് അടച്ചിട്ടുണ്ടാവും. പക്ഷെ ആ മോൾ അപ്പോഴും ഓപ്പൺ ആയിരിക്കും മിക്കവാറും എനിക്ക് തോന്നുന്നു. ഇത് ക്ലോസ് ചെയ്തിട്ടില്ലേ? ഇത് ക്ലോസ് ചെയ്തിട്ടും ആളുകൾ ഇപ്പോഴും അവിടെ പാർക്കിങ്ങിൽ ഇരിക്കുകയാണോ? 12 മണിക്ക് ക്ലോസ് ചെയ്യില്ലേ ഇവർ? അതോ ഇല്ലേ? വണ്ടികൾ ഇപ്പോഴും ഉണ്ട് പാർക്കിങ്ങിൽ. നാളെ നമ്മൾ മിക്കവാറും കാർ എടുത്തിട്ട് ഇറങ്ങും. നാളെ എനിക്ക് തോന്നുന്നു ബൈക്ക് എടുത്തിട്ട് ഇറങ്ങാൻ ചാൻസ് കുറവാണ്. കാരണം മോർണിംഗ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ മിക്കവാറും കാർ എടുത്തിട്ടായിരിക്കും ഇറങ്ങുന്നത്. നാളത്തെ കമ്മ്യൂട്ടൊന്നും വ്ളോഗായിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ നാളെ കാർ തന്നെ ആയിരിക്കും. അതെ, നാളെ രാവിലെ കാർ എടുത്ത് ഇറങ്ങും. അത് കഴിഞ്ഞ് ഈവനിങ് പിന്നെ ഇഫ്താറാണ്. ഇഫ്താറിന് എന്തായാലും കാറും കൊണ്ടാവും പോവാം. ട്രാഫിക് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നല്ല നൈസായിട്ട് നമ്മൾ ലെഫ്റ്റ് അടിക്കും, ലെഫ്റ്റ് പിടിച്ചൊരു പോക്ക് പോവാം. ട്രാഫിക് വരുന്നുണ്ട്, നൈസായിട്ട് മെല്ലെ ലെഫ്റ്റ് പിടിച്ച് അങ്ങനെ പോവാം. എനിക്ക് തോന്നുന്നു ജാക്കറ്റ് ഞാൻ മിക്കവാറും അത് വണ്ടിയിൽ വെക്കുന്നില്ല. കാരണം ചെറിയ ഇതിൻ്റെ ഈ മഞ്ഞും കാര്യങ്ങളും ചെറുതായിട്ട് ഫോഗ് ഉണ്ടാകുന്നതുകൊണ്ടെന്ന് തോന്നുന്നു. ചെറിയൊരു തണുപ്പ് രാവിലെ എടുത്താൽ വൈകുന്നേരം ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോഴൊരു തണുപ്പ് പോലെ ഫീൽ ചെയ്യുന്നു, ഒരു നനവ് പോലെ. വെറുതെ ആ റിസ്ക് എടുക്കണം. പിന്നെ മുഷിയും, ഇതുപോലെ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ മുഷിയും. ഒന്ന് എടുത്ത് ഒന്ന് വാഷ് ചെയ്ത് സെറ്റ് ചെയ്യണം. ഇതേതാ വെഹിക്കിൾ ടെസ്റ്റിംഗ് സെൻറ്റർ? പുതിയതാണോ? ഇവിടെ ഒരു വെഹിക്കിൾ ടെസ്റ്റിംഗ് സെൻറ്ററോ? ഈ വണ്ടിക്ക് ക്രൂസ് കൺട്രോളും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചാന്. നേരെ 1:30 ആവാറായി. ഇനിയിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കണോ? ഇമെയിലൊക്കെ വരുന്നുണ്ടല്ലോ എനിക്ക്. 1:30 ഇമെയിൽ അയക്കുന്നത്. സെൻഡിങ് ഇമെയിൽ at 1:30. അപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് എത്തുകയാണ് മക്കളെ. നമ്മൾ വീട്ടിലോട്ട് എത്തുകയാണ്. ഇതേ പോകുന്നു ടൊയോട്ട പ്രിയസ്. എനിക്ക് ഈ വണ്ടി ഒരു സമയത്ത് ഈ വണ്ടിയോട് എന്തോ ഒരു ക്രേസ് ഉണ്ടായിരുന്നു. എന്താണെന്നൊന്നും പറയാൻ എനിക്കറിയില്ല. ഒരു സമയത്ത് എനിക്ക് അതിനോട് വലിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. പ്രിയസ് ഹൈബ്രിഡാണ്, ഒരു എന്താ പറയുക നോർമൽ അല്ലാത്ത ഒരു ഷേപ്പ്, ഒരു ഡിസൈൻ. പിന്നെ അതങ്ങ് പോയി.
എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യണോ? നേരെ 1:30 ഈ സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ അക്രമമല്ലേ? കഴിച്ചാലോ അതോ വേണ്ടേ? വൈസർ തുറന്ന് വണ്ടി ഓടിക്കാൻ എന്തൊരു രസമാണെന്നറിയോ? ഒരേ ഒരു പ്രശ്നമുള്ളൂ, ഹൈ സ്പീഡിൽ പോകുമ്പോൾ നടക്കുന്ന കാര്യമല്ല. ചെറിയ സ്പീഡിൽ ഒരു 50, 40, 50 ക്രൂസ് ചെയ്യാനാണെങ്കിൽ വൈസർ തുറന്ന് ഓടിക്കുക രസം. ഈ വെതറിലോട്ടോ, ചൂടായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ വിജയശ്രീലാളിതരായി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ എല്ലാവരും സീ ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ. ഇനി മിക്കവാറും 1-2 വ്ളോഗും കൂടെ നാട്ടിൽ പോകുന്നതിന് മുന്നേ ഒന്ന് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ എല്ലാം തിരിച്ചു വന്നതിന് ശേഷം സീ ഗൈസ്, ഗുഡ് നൈറ്റ്, ബൈ. സീ ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ. ബും ബും.